ഞാൻ പ്രസവിക്കാൻ പോവാണ് ഗൈസ്. ഇന്ന് വല്ലതും പ്രസവിക്കൂ? ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ പ്രസവിക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ പോവാണ്. കുറച്ച് ദിവസത്തേക്ക് ഇനി എൻ്റെ വ്ളോഗും കാര്യങ്ങളും ശല്യങ്ങളൊന്നും കാണത്തില്ല. അപ്പം നമ്മളിപ്പം 12 മണിയാകുമ്പോൾ നമുക്കും ഹോസ്പിറ്റലിൽ നിൽക്കണം. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി അങ്ങോട്ട് പോയാൽ മാത്രം മതി. ഇന്ന് അഡ്മിറ്റ് ആവാനേ പറഞ്ഞിട്ടുള്ളൂ. പെയിനും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ കുളിച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുങ്ങിയിട്ടൊന്നുമില്ല ഗൈസ്, ഒരു പൊട്ട് മാത്രം വെച്ചിട്ട് എനിക്ക് വൈകി ഒരുങ്ങാനൊന്നും. ഇന്നലെ തൊട്ട് എനിക്ക് ഉറക്കമില്ല. ഒന്നാമത്തെ കാര്യം നല്ല ടെൻഷനാണ്. പിന്നെ അമ്മ ഇവിടെ എല്ലാം പാക്കിംഗ് ആണ് ഗൈസ്. ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ്. എനിക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. സന്തോഷിക്കണമെന്നുണ്ട്, കുഞ്ഞാവെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വ്ളോഗൊക്കെ എടുക്കുന്നത് കുഞ്ചു ആയിരിക്കും. അപ്പം വ്ളോഗിൻ്റെ ഉടമസ്ഥന് കുറച്ച് നാളത്തേക്ക് കുഞ്ചുവാണ്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പം നമ്മുടെ കാറിനകത്തല്ല പോകുന്നത്. നമ്മൾ കാറിനകത്തെല്ലാം എടുത്ത് വെച്ചിരുന്നതാണ്. നമ്മൾ കാറിനകത്തല്ല പോകുന്നത്. അപ്പൂസ് ഇല്ലാത്തതുകൊണ്ട് അപ്പൂസിൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ആ ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാറിൽ കയറി അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഫുഡും മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. പേടിക്കല്ലേ രമണ? ചമ്മന്തി ഉണ്ട്, നെത്തോലി ഫ്രൈ ഒരു പറ്റി ഫ്രൂട്ടിലും കഴിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൊണ്ടുണ്ട്. ചേട്ടൻ്റെ ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് October 2. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ വകയായിട്ട് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അവർക്ക് കൊടുത്ത്, വേറെ ഒന്നുമില്ല, ചെറിയൊരു റസപ്പൂവും 2 ഡയറി മിൽക്കും അതേ ഉള്ളായിരുന്നു. ഇതിൽ കൂടുതൽ എന്താ ഗിഫ്റ്റ് ഇനി വേണം? നാളെ കിട്ടുമല്ലോ. ഗൈസ്, എൻ്റെ ബൈസ്റ്റാൻഡർ ഇവിടെ കിടന്ന് പൂത്തുറക്കം. ഇവിടെ ഫുള്ള് ഫോൺ അഡിക്ഷനാണ് ഗൈസ്. ആ തൊട്ടിലൊക്കെ ആട്ടി പ്രാക്ടീസ് ചെയ്യും. സമയം പോവും, ഉറക്കം വരത്തില്ല. എൻ്റെ നേരാങ്ങളെ ഇപ്പോൾ വരും. എനിക്ക് ധൈര്യം പകരായിരുന്നു. എൻ്റെ ചെക്കൻ ഇവിടെ ഇല്ലായിരുന്നു. ഐസ്, ഞങ്ങളുടെ പെട്ടിയെത്തി. ബിഗ് ബോസിലോട്ട് ഞങ്ങളുടെ പെട്ടിയെത്തി. ചേച്ചി ഇവിടെ വേദന വരാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു. അവിടെ അമ്മായിമ്മയും മരുമോനൂടെ പൊരിഞ്ഞേ. എന്തിനാ അമ്മ വന്നേ? ചേട്ടനെ ചൊറിയാനാന്നോ ഉറങ്ങാനാന്നോ വന്നേ? എന്നിട്ട് നോക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഭയങ്കര ക്യാമ്പോയിപ്പ്. ഇന്ന് വല്ലതും പ്രസവിക്കൂ? മര്യാദക്ക് പുറത്തു വന്നു. നാളെ രാവിലത്തേന് ഡോക്ടർ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. മര്യാദക്ക് നാളെ രാവിലെ പുറത്ത് വന്നോ. ചെക്ക് ചെയ്യും. പക്ഷെ രാവിലെ വന്ന് ചെക്ക് ചെയ്തേക്കാളും സ്റ്റെപ്പ് കയറുന്നുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ സ്റ്റെപ്പൊന്നുമില്ല. സ്റ്റെപ്പൊന്നുമില്ല. ഇവിടെ നമുക്ക് സ്റ്റെപ്പുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ സ്റ്റെപ്പ് കുറെ ടീം ഇറങ്ങിയായിരുന്നു വഴിയാണ്. അതിൻ്റെ റിസൾട്ട് ആണെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും ഇപ്പോൾ സ്റ്റെപ്പ് കഴിക്കണം. പിന്നീട് വേസ്റ്റ് ഒന്നും സ്റ്റേജ് ഒന്നുമല്ല. 2 വട്ടം കയറണം. കിടക്കുന്നതിനുണ്ട് 2 വട്ടം കയറണം.
അടുത്ത ദിവസം നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നീട് ഡോക്ടർ ചേച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റായിട്ട് എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. ഫുഡൊക്കെ കഴിച്ചു, രാവിലെ കുളിച്ചു, സുന്ദരിയായി. അതിനുശേഷം നേരെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടോട്ടാണ് പോയത് നമ്മൾ. ടെൻഷനുണ്ടോ? രണ്ട് ദിവസത്തേക്കിനുള്ള റേഷനാ. കഞ്ഞിയുടെ കൂടെ വേണമെങ്കിൽ അച്ചാറ് തരാം. ടച്ചിങ് സീൻ.